ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. ഏതെല്ലാം തരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഇൻഡസ്ട്രി ആവാം, മറ്റൊന്ന് കൊമേഴ്സ് ആണ്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? Industry refers to that part of business activities which is concerned with the production of goods and materials. It includes business activities like raising, producing, processing or manufacturing of products. Products ഉണ്ടാക്കുക അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉണ്ടാക്കുക, ആർട്ടിക്കിൾസ് ആവാം, തിങ്സ് ആവാം, കൺസ്യൂമേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. ഇൻഡസ്ട്രി വേറൊരു കാറ്റഗറി അല്ലെങ്കിൽ വേറൊരു കൺസെപ്റ്റ് കൂടിയുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഫേംസ് ചേരുന്നതിനും നമ്മൾ പൊതുവെ ഇൻഡസ്ട്രി എന്ന് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി, സോപ്പ് ഇൻഡസ്ട്രി, അതായത് സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള കമ്പനികൾ ചേർന്നതാണ് സോപ്പ് ഇൻഡസ്ട്രികൾ. ഇപ്പൊ സിമന്റ് കമ്പനികൾ എല്ലാം കൂടി ചേർന്ന സിമന്റ് ഇൻഡസ്ട്രി ആയി. ഏതൊക്കെ സിമന്റ് കമ്പനികൾ? ACC, അൾട്രാടെക്. അത് ഗുഡ്സ്, മെറ്റീരിയൽസ്, തിങ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അത് സ്റ്റോക്ക് ചെയ്യപ്പെടുന്നു, ആവശ്യക്കാരന് ഹോൾസെയിലർ വഴി അല്ലെങ്കിൽ ഏജന്റ് വഴി, റീറ്റെയിലർ വഴി കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കപ്പെടുന്നതിന് അതിന്റെ പ്രോസസിങ് ഏരിയയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അവിടെയാണ് പ്രൈമറി ആയിട്ടുള്ള കൺവേർഷൻ ചെയ്യുന്നത്. അതായത് റോ മെറ്റീരിയൽ ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ് എന്നുള്ള കൺവേർഷൻ പ്രോസസ് നടക്കുന്നത് ഈ പറയപ്പെടുന്ന ഇൻഡസ്ട്രിയിലാണ് എന്നുള്ള. അവിടെ അവർ ഹെവി മെഷീൻസും എക്വിപ്മെന്റ്സും ഉപയോഗിച്ചുകൊണ്ട് ബേസിക് റോ മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു എന്നുള്ള. ഫോർ എക്സാമ്പിൾ, ഷുഗർ ഇൻഡസ്ട്രിയുടെ ബേസിക് റോ മെറ്റീരിയൽ എന്താണ്? ഒരു ഇൻഡസ്ട്രീസിനെ നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രി എന്നും സെക്കൻഡറി ഇൻഡസ്ട്രി എന്നും ടെർഷ്യറി ഇൻഡസ്ട്രി എന്നും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയെ നമുക്ക് 3 ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം: പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെർഷ്യറി ഇൻഡസ്ട്രി. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൈമറി ഇൻഡസ്ട്രി എന്താണെന്നാണ്. പ്രൈമറി ഇൻഡസ്ട്രി ഈസ് വെൻ നാച്ചുറൽ റിസോഴ്സസ് ആർ എക്സ്ട്രാക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ദ എർത്ത് ഓർ സീ. കടലിൽ നിന്നോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നോ നേരിട്ട് നാച്ചുറൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയാം. പ്രൈമറി ഇൻഡസ്ട്രി, ഫോർ എക്സാമ്പിൾ, കോൾ മൈനിങ്, കൽക്കരി ഖനനം നടത്തുന്നത്, ഓയിൽ ഡ്രില്ലിംഗ്, ഓയിൽ റിഗുകളിൽ ആ ഇൻഡസ്ട്രി എറിയുന്നത് ഈ പറയപ്പെടുന്ന നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഫാമിംഗ്, ഫിഷിംഗ്, ഫോറസ്ട്രി, വനം പരിസ്ഥിതി തുടങ്ങിയവയെല്ലാം എന്താണ് ഈ പറയപ്പെടുന്ന പ്രൈമറി ഇൻഡസ്ട്രിയിൽ വരുന്ന കാര്യങ്ങൾ. കോൾ മൈനിങ്, ഓയിൽ ഡ്രില്ലിംഗ് എക്സെട്ര. ഇപ്പൊ പ്രൈമറി ഇൻഡസ്ട്രിയുടെ ഇമേജസ് നോക്കൂ. ഇപ്പൊ ക്വാറി നടത്തുന്നു, മൈനിങ് ക്വാറീസ് നടത്തുന്നു, ക്രഷർ യൂണിറ്റുകൾ നടത്തുന്നു. ഇതെല്ലാം പ്രൈമറി ഇൻഡസ്ട്രീസിലാണ് വരുന്നത്. ഇപ്പൊ വലിയ ഫാമുകൾ നടത്തുന്നു, അതെല്ലാം എന്താണ് ഈ പറയപ്പെടുന്ന പ്രൈമറി ഇൻഡസ്ട്രീസിലാണ് വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ബിസിനസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ കൺസേൺഡ് വിത്ത് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വിനിയോഗിച്ചുകൊണ്ടുമാണ് പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്. പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ലിവിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ നിന്നാണ് അല്ലെങ്കിൽ പ്ലാന്റുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് വരുന്നത് എന്നുള്ള. പ്രൈമറി ഇൻഡസ്ട്രീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു നെയിംലി എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്നും ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്നും വീണ്ടും രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇൻഡസ്ട്രീസിനെ പ്രധാനമായിട്ടും പ്രൈമറി ഇൻഡസ്ട്രി എന്നും സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്നും ടേർഷ്യറി ഇൻഡസ്ട്രി എന്നും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലെ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടുള്ള ഇൻഡസ്ട്രിയാണ്. ആ പ്രൈമറി ഇൻഡസ്ട്രി തന്നെ മറ്റൊരു കാറ്റഗറിയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ജനറ്റിക് ഇൻഡസ്ട്രീസും. ആദ്യം എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്താണ് നോക്കാം. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് extract or draw out products from natural resources or sources like earth, water, air, etc. പ്രകൃതിയിലെ ഭൂമി അല്ലെങ്കിൽ വെള്ളം, ജലം, വായു എന്നിവയിൽ നിന്നാണ് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നത് എങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള പ്രൈമറി ഇൻഡസ്ട്രിയെ നമുക്ക് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയാം. പ്രൈമറി ഇറ്റ് എക്സ്ട്രാക്ട് ടിമ്പർ ഫ്രം ഫോറസ്റ്റ്. അപ്പൊ നോക്കൂ, തടി വ്യവസായത്തിൽ തടി എവിടെ നിന്നാണ് എടുക്കുന്നത്? ഫോറസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഫിഷ് ഫ്രം സീ, മത്സ്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? കടലിൽ നിന്നാണ് കിട്ടുന്നത്. കോൾ ആൻഡ് അയൺ ഫ്രം സോയിൽ, കൽക്കരി ആയാലും
അതുപോലെ തന്നെ ഇരുമ്പായാലും അത് എവിടെ നിന്ന് കിട്ടുന്നത്? മണ്ണിൽ നിന്നാണ്, ഖനനം ചെയ്യുന്നതിലൂടെയാണ്. അതുപോലെ തന്നെ അതിന്റെ വ്യത്യസ്തമായ പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ഉപയോഗയുക്തമായിട്ടുള്ള രൂപത്തിലുള്ള ഇരുമ്പും മറ്റു ധാതു ലവണങ്ങളും ലഭിക്കുന്നത് എന്നുള്ളതാണ്. സോ പ്രൈമറി ഇൻഡസ്ട്രീസ് സപ്ലൈ ബേസിക് റോ മെറ്റീരിയൽസ് ടു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് കൺവേർട്ട് ദീസ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ നോക്കാം, മൈനിങ്, ഹണ്ടിങ്, ഫിഷിംഗ് ഫ്രം നാച്ചുറൽ സോഴ്സസ്, ഫ്രൂട്ട് ഗാദറിംഗ് എക്സെട്ര. അപ്പൊ ഈ ഒരു പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്നാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലേക്ക്, സെക്കൻഡറി ഇൻഡസ്ട്രീസിന്റെ പല പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് പ്രൈമറി ഇൻഡസ്ട്രീസിന്റെ പ്രൊഡക്റ്റുകളാണ്. ഇപ്പൊ സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റൈൽസ്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, ഈ വസ്ത്രങ്ങൾ പ്രൈമറി ഇൻഡസ്ട്രി അല്ലെങ്കിൽ പ്രൈമറി ഇൻഡസ്ട്രീസിന്റെ പ്രൊഡക്റ്റാണ്. അതായത് പരുത്തി കൃഷി, കോട്ടൺ, പരുത്തിയിൽ നിന്നാണ്, പരുത്തി എന്ന് പറയുമ്പോൾ പ്രൈമറി ഇൻഡസ്ട്രീസിലോട്ട് പോയി, കാരണം അത് നാച്ചുറൽ റിസോഴ്സ് ആണ്. അതിന്റെ ഔട്ട്പുട്ട് ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി ആയിട്ടുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യവസായത്തിന്റെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഡ്രസ് മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് കാണിക്കുന്നുണ്ട്. മൈനിങ്, അതുപോലെ തന്നെ ഫിഷിംഗ് വരുന്നത്, ഫാമിങ്, അതുപോലെ തന്നെ ടിംബർ ഫ്രം ഫോറസ്റ്റ്, ഇതൊക്കെ എന്താണ് എക്സ്ട്രാക്റ്റീവിന്റെ നേച്ചറിൽ വരുന്നതാണ്. അടുത്ത ഒന്നാണ് ജനറ്റിക് ഇൻഡസ്ട്രീസ് ആണ്. ജനറ്റിക് ഇൻഡസ്ട്രീസ്, ജനറ്റിക് ഇൻഡസ്ട്രി വിച്ച് അണ്ടർടേക്സ് റീപ്രൊഡക്ഷൻ ഓർ multiplication of animals and plants with the aim of earning profits. നിലവിൽ ലഭ്യമായിട്ടുള്ള മൃഗങ്ങളെയും അതുപോലെ തന്നെ സസ്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടോ അതിൻ്റെ തന്നെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ പതിപ്പുകൾ ഇറക്കിക്കൊണ്ടോ ലാഭം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിനെയാണ് ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇപ്പോ അഗ്രികൾച്ചറൽ നഴ്സറി, പോൾട്രി ഫാമിംഗ്, കാറ്റിൽ ബ്രീഡിംഗ്, ഫിസിക്കൾച്ചർ ഓർ ഫിഷ് ഫാമിംഗ്, ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള വകഭേദങ്ങൾ ഉണ്ടാക്കുകയും ടിഷ്യൂ കൾച്ചർ വഴിയും അല്ലെങ്കിൽ ബഡ്ഡിംഗ് വഴിയും ഗ്രാഫ്റ്റിംഗ് വഴിയും എന്ത് ചെയ്യും, പലതരത്തിലുള്ള തൈകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിലൂടെ പ്രോഫിറ്റ് നേടിയെടുക്കുക. ഇപ്പൊ ഫിഷ് ആണെങ്കിൽ തന്നെ പല വെറൈറ്റിയിലുള്ള ഫിഷുകൾ ഫാമിങ്ങിലൂടെ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ഏൺ ചെയ്യുക. പോൾട്രി ആണെങ്കിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള കോഴി വളർത്തലുകൾ, അതുപോലെ തന്നെ ഫാമിങ്, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്, ഇൻകം ഏൺ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഇൻഡസ്ട്രീസ് നമുക്ക് എന്താ പറയാം, ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയാവുന്നതാണ്. ഓക്കെ ആണോ? ദെൻ അനദർ വൺ സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആണ്. സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ദിസ് ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ ദ പ്രോസസിംഗ് ഓഫ് മാനുഫാക്ചറിംഗ് ഗുഡ്സ് ഓർ കൺസ്ട്രക്ടിംഗ് ബിൽഡ്സ്, റോഡ്സ് എക്സെട്ര. ഗുഡ്സ്, അതായത് നിലവിൽ ഫിസിക്കൽ ഫോം അല്ലാത്ത സാധനങ്ങൾക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഫോം നൽകുന്നത് സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആണ്. ഇപ്പൊ പ്രൈമറി ഇൻഡസ്ട്രീസിൽ നമുക്ക് ടിമ്പർ കിട്ടി, വലിയൊരു തേക്ക് മരം കിട്ടി പ്രൈമറി ഇൻഡസ്ട്രീസിൽ. പക്ഷെ അതിനൊരു സെക്കൻഡറി ഇൻഡസ്ട്രീസിലാണ് അതിനൊരു എന്ത് ചെയ്യുന്നത്, ഫർണിച്ചർ എന്നുള്ള രൂപം നൽകുന്നത്. പ്രൈമറി ഇൻഡസ്ട്രീസ് നമ്മൾ നിറയെ അയൺ എടുത്തു, ആ അയൺ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ചിലപ്പോൾ കാറായാലും മറ്റു തരത്തിലുള്ള ഗുഡ്സ് ആയാലും, ഇപ്പൊ ഈവൻ നെയിൽ ആയാൽ പോലും, ആണിയാണെങ്കിൽ പോലും ഉൽപ്പാദിപ്പിക്കുന്ന സെക്കൻഡറി ഇൻഡസ്ട്രീസിലാണ്. അപ്പൊ സെക്കൻഡറി ഇൻഡസ്ട്രീസിലാണ് ഗുഡ്സ് എന്നുള്ള ഒരു ഉപയുക്തമായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നത് എന്നുള്ളതാണ്. ഗുഡ്സിനെ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത് സെക്കൻഡറി ഇൻഡസ്ട്രീസിലാണ്. ഇപ്പൊ കൺസ്ട്രക്ടിങ് ഓഫ് ബിൽഡിംഗ്, റോഡ്സ് എക്സെട്ര. അപ്പൊ കൺസ്ട്രക്ട് ചെയ്യുന്നതിനുള്ള മണല്, മണ്ണ്, കല്ല് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യും, പ്രൈമറി ഇൻഡസ്ട്രീസ് നിന്ന് കിട്ടിയെങ്കിൽ പോലും അതിന്റെ ബിൽഡിംഗ് അല്ലെങ്കിൽ റോഡ് എന്ന രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കുന്നത് സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. സെക്കൻഡറി ഇൻഡസ്ട്രീസ് യൂസ് ദ റോ മെറ്റീരിയൽ സപ്ലൈഡ് ബൈ ദ പ്രൈമറി ഇൻഡസ്ട്രി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ദ മൈനിങ് ഓഫ് അയൺ ഓർ ഈസ് റിലേറ്റഡ് ടു പ്രൈമറി ഇൻഡസ്ട്രി, ബട്ട് മാനുഫാക്ചറിംഗ് ഓഫ് സ്റ്റീൽ ഈസ് റിലേറ്റഡ് ടു സെക്കൻഡറി ഇൻഡസ്ട്രി. അപ്പോ ഇരുമ്പ് ഖനനം ചെയ്യപ്പെടുന്നത് പ്രൈമറി ഇൻഡസ്ട്രീസിലാണെങ്കിൽ സെക്കൻഡറി ഇൻഡസ്ട്രീസിലാണ് ആ ഇരുമ്പ് ഉപയോഗിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള 100 കണക്കിന് ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. സെക്കൻഡറി ഇൻഡസ്ട്രീസ് മേ ബി ഫർദർ സബ് ഡിവൈഡഡ് ഇൻ ടു 2. അഗെയിൻ രണ്ടായിട്ട് സെക്കൻഡറി ഇൻഡസ്ട്രീസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്നും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നും. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് manufacturing industries are engaged in the process of converting raw materials into finished goods and create for utility. അതായത് നമുക്ക് കയ്യിലുള്ള റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയാണ്. കരിമ്പ് നമ്മുടെ കയ്യിലുണ്ട്, കരിമ്പിൽ നിന്ന് ശർക്കരയും അതുപോലെ തന്നെ പഞ്ചസാരയും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു മാനുഫാക്ചറിംഗ് ആണ്.
ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഷർട്ട് ആയാലോ പാന്റ് അല്ലെങ്കിൽ കുർത്ത ഓർ വാട്ട് എവർ മേ ബി ദ ഡ്രസ് മെറ്റീരിയൽ അതുപോലെ ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത് എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. ദേ കൺവേർട്ട് കോട്ടൺ ഇൻറ്റു ടെക്സ്റ്റൈൽസ്, ടിംബർ ഇൻറ്റു സ്റ്റീൽസ് ആൻഡ് സോ ഓൺ എക്സെട്ര. അയൺ ഓറിൽ നിന്ന് സ്റ്റീൽ ഉണ്ടാക്കുന്നു, ടിംബറിൽ നിന്ന് ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്നു. അവിടെയൊക്കെ എന്താണ് മാനുഫാക്ചറിങ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ് എന്നുള്ളത്. On the basis of method of operation used for production, we can classify manufacturing industries into 4 categories. അവിടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മോഡ് ഓഫ് ഓപ്പറേഷൻ ഏത് രൂപത്തിലാണ് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ്, അവിടെ എന്ത് ചെയ്യുന്നത് വിച്ച് അനലൈസ് ആൻഡ് സെപ്പറേറ്റ് ഡിഫറെന്റ് എലമെന്റ്സ് ഫ്രം ദ സെയിം മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ് ആണ്. ഇപ്പോൾ ഓയിൽ റിഫൈനറി എടുക്കുക, അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പെട്രോള്, ഡീസൽ എന്നിവ ക്രൂഡ് ഓയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രോസസ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകളാണ് വരുന്നതെങ്കിൽ അത് അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ് ആയിരിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രീസ് ആണ്, വിച്ച് കമ്പൈൻസ് വേരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു പ്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്ട്സ്. വ്യത്യസ്തമായിട്ടുള്ള ലവണങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ചേരുവകൾ, വ്യത്യസ്തമായ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നെങ്കിൽ അത് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി ആയിരിക്കും. ഇപ്പൊ സിമെന്റ് ഇൻഡസ്ട്രി, സിമെന്റിൽ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് സിമെന്റ് എന്നുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഫെർട്ടിലൈസർ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ തെങ്ങിന് വളം വേണം എന്ന് പറഞ്ഞിട്ട് കടയിൽ പോയി കഴിഞ്ഞാൽ അവരൊരു ചാക്ക് വളം, നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 20 തെങ്ങുണ്ട്, ഒരു ചാക്ക് വളം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ NPK മിശ്രിതങ്ങൾ ഉണ്ടായിരിക്കാം, മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായിരിക്കാം, സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, യൂറിയ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ലവണങ്ങൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫെർട്ടിലൈസർ പുറത്തിറക്കുന്നത് എന്നുള്ളത്. അപ്പൊ അവിടെ എന്താണ് മിക്സിംഗ് ദ ഇൻഗ്രീഡിയൻസ് ഓർ കമ്പൈൻ വേരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻടു ഫോർ എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ഒരു ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്, അതിനെ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയാം എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രോസസിംഗ് ഇൻഡസ്ട്രിയാണ്. പ്രോസസിംഗ് ഇൻഡസ്ട്രി ഇൻവോൾവ് സ്റ്റേജസ് ഫോർ മാനുഫാക്ചറിംഗ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സുകളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് എങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്ന് പറയാം. പേപ്പർ ഇൻഡസ്ട്രി, ഇപ്പോ മുള അല്ലെങ്കിൽ തടി, അതിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കുന്നു. അത് വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സുകളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ന്യൂസ് പേപ്പർ ആയാലും നമുക്ക് എഴുതാനുള്ള നോട്ട്ബുക്ക് ആയാലും മറ്റു കാര്യങ്ങൾക്കുള്ള പേപ്പറായിട്ട് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊന്ന് ഷുഗർ ഇൻഡസ്ട്രിയാണ്. ഷുഗർ ഇൻഡസ്ട്രിയിൽ ഷുഗർ കെയിനിൽ നിന്നാണ് നമ്മൾ വ്യത്യസ്തമായ പ്രോസസ്സുകളിലൂടെ കടത്തി വിട്ടിട്ട് അവിടെ നിന്ന് പഞ്ചസാര, അതുപോലെ തന്നെ ശർക്കര, ദെൻ അതിന്റെയും വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് പേപ്പറിന് വേണ്ടിയും എടുക്കുന്നുണ്ട്. ദെൻ അനദർ കാറ്റഗറി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയാണ്. പ്രോസസിംഗ് ഇൻഡസ്ട്രി കഴിഞ്ഞതിന് ശേഷം അസംബ്ലിംഗ് ഇൻഡസ്ട്രി ഉണ്ട്. അസംബ്ലിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇൻഡസ്ട്രി അസംബിൾസ് ഡിഫറെന്റ് കോമ്പണന്റ്സ് ടു മേക്ക് എ ന്യൂ പ്രൊഡക്റ്റ്. ഇപ്പൊ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി, കാർ ഇൻഡസ്ട്രി, അവിടെയൊക്കെ എന്ത് ചെയ്യുന്നത് അതിന്റെ ഓരോ പാർട്സും മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ മറ്റേതെങ്കിലും വ്യാവസായിക സ്ഥാപനങ്ങളിലോ പ്രൊഡ്യൂസ് ചെയ്തായിരിക്കാം. അതെല്ലാം എന്ത് ചെയ്യും ഇവർ വാങ്ങിയിട്ട് ഒന്നിച്ച് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഫോണുകൾ എല്ലാം ഇന്ത്യയിൽ മെയ്ഡ് അല്ല. പല പ്രൊഡക്ട്സിന്റെ എല്ലാം പാർട്ടുകൾ പല രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നതാണ്. അത് എന്ത് ചെയ്യും അസംബിൾ ചെയ്തിട്ട് എവിടെ നിന്നാണോ അസംബിൾ ചെയ്യുന്നത് അസംബിൾ ചെയ്യപ്പെടുന്ന രാഷ്ട്രത്തിന്റെ പേരിൽ ചിലപ്പോൾ ഇറക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്ന് കാണുന്നുണ്ടെങ്കിൽ പോലും ദാറ്റ് ഈസ് നോട്ട് പ്യുവർലി മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ആക്ച്വലി. ബിക്കോസ് എന്തുകൊണ്ടാണ് അതിന്റെ ഈച്ച് ആൻഡ് എവറി പാർട്ട് മറ്റേതെങ്കിലും വിദേശ രാഷ്ട്രങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഇവിടെ വെച്ചിട്ട് അസംബിൾ ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ കാർ ഇൻഡസ്ട്രി, മൊബൈൽ ഇൻഡസ്ട്രി, കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി, ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഈ അസംബ്ലിംഗ് ആണ് നടക്കുന്നത്.